അപ്പോഴേ ഇന്ന് നമ്മൾ എന്താ പറയുന്നതെന്ന് വെച്ചാല്, ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മള് പണ ഇടപാടുകൾ നടത്തുമ്പോൾ ചോദിക്കരുത്, എന്നോട് അത് ചോദിക്കരുതെന്ന്, പണം ഒന്ന് ചോദിക്കരുത്. പക്ഷെ അതിന് വിപരീതമായിട്ട് മിക്കവരും എൻ്റെ അടുക്കൽ വന്ന് പണം ചോദിക്കാറുണ്ട്. ഗൂഗിൾ പേയില് കളിക്കുന്നവർ തന്നെ, ദാനധർമ്മം ചെയ്യുന്നവർ തന്നെ. ചിലപ്പോഴൊക്കെ എനിക്ക് അവർക്ക് പണം കൊടുക്കാൻ കഴിയാത്തതും ഇല്ല. അപ്പോൾ നമുക്ക് പുതിയൊരു കാര്യം ഇതാ തുടക്കം കുറിച്ചിരിക്കുന്നു. ഗൂഗിൾ പേയിലേക്ക് എനിക്ക് നമ്മൾ പണ ഇടപാടുകൾ നടത്തത്തില്ലേ, വ്യക്തിപരമായിട്ട് അവർക്ക് പണം ഒന്ന് ചോദിക്കാം. നാഗ, ഇത്ര രൂപയുണ്ടെങ്കിൽ എനിക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തരും. പക്ഷെ ആ ചോദിക്കുമ്പോൾ ഒരു 10-20 രൂപ ഇട്ടിട്ട് വേണം എന്നോട് ചോദിക്കേണ്ടത്. ഒരു 10-20 രൂപ എനിക്ക് അവിടുന്ന് ഇങ്ങോട്ട് അയച്ചു തന്നിട്ട് വേണം എന്നോട് ചോദിക്കേണ്ട, നാഗ എനിക്കൊരു 10-20 രൂപ, അല്ല എനിക്ക് ഇത്ര രൂപ വേണം, 100-200 രൂപ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ തരും, അതിൽ കൂടുതലുണ്ടെങ്കിൽ തരും. എത്രയാണ്? 100-200 രൂപ തരും, അതിൽ കൂടുതലുണ്ടെങ്കിലും തരും. അപ്പോൾ ആദ്യം നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്ത് വേണം? ഒരു 10-20 രൂപ ഇങ്ങോട്ട് ഇടണം, ഇട്ടിട്ട് വേണം വന്ന് ചോദിക്കേണ്ടത്. അപ്പോൾ ഞാൻ തരുന്നതായിരിക്കും കേട്ടോ. അത് ഉണ്ടെങ്കിൽ തരും, ഇല്ലെങ്കിൽ ഞാൻ മിണ്ടില്ല. ആർക്ക് വേണമെങ്കിലും ചോദിക്കാം. അത് ഞാനുമായിട്ട് ഗൂഗിൾ പേ ചെയ്യുന്നവർക്ക് മാത്രമുള്ളതാണത്. ഞാനുമായിട്ട് ഗൂഗിൾ പേ കളിയിൽ, അതായത് ബാങ്ക് കളിയിലും ദാനധർമ്മ കളിയിലും ഉള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണിത്. കളി കൊള്ളാം. പക്ഷെ ഇപ്പൊ ഇന്ന് ഞാനിത് പറയുമ്പോൾ ഇന്ന് ആ കളി കളിച്ചോണ്ട് വരത്തില്ല. പുതിയ ആളുകൾ ചിലപ്പോ ഇന്ന് തന്നെ ആ കളി കളിച്ചോണ്ട് വരും, തരില്ല പൈസ. ഇത് നേരത്തെ ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്ത് ബുദ്ധിമതിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഇന്ന് ചിലർ ഇങ്ങനെ 10 രൂപ 20 രൂപ ഇട്ടിട്ട് പറയും, നാളെ എനിക്കൊരു 100-200 തരാൻ പറഞ്ഞാൽ ഞാൻ തരില്ല. കാരണം ഇത്രയും നാള് നിങ്ങൾ വരാതെ ഇന്ന് വരുന്നത് കൂടുതൽ കാശ് കിട്ടാനാണെന്ന് എനിക്കറിയാം. 10-20 തരുമ്പോൾ അതിൽ ഇത്തിരി കൂടുതൽ നിങ്ങൾക്ക് കിട്ടിയില്ലേ? അപ്പൊ ഇന്ന് പുതിയതായിട്ട് ആരെയും കളിച്ച് വരണ്ട ഈ കളി പഴയ നേരത്തെ ഉള്ളവർക്ക്, നേരത്തെ ഞാനുമായിട്ട് ഗൂഗിൾ പേയിലും പിപിയിലും പേടിഎമ്മിലും ഉള്ളവരാണ്. നാഗയുടെ ബുദ്ധി പവർ തന്നെ. ഇന്ന് വരുന്നവർക്ക് ഇന്ന് വരാം, പക്ഷെ പൈസ ചോദിക്കരുത്. ഇന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. അതാണ് പുതിയ കാര്യം. ഓരോന്നോരോന്ന് പുതിയ കാര്യങ്ങൾ വരുവാണ്. ലളിതാഭായി അങ്ങോട്ട് ഫേക്ക് ഐ ഡിയും വെച്ചുകൊണ്ട് വന്നു, എടുത്ത് കളയാൻ സൂക്കേടങ്ങ് തീർന്നു. സ്വന്തമായിട്ട് ലൈവ് ഇട്ടിട്ട് അതിനകത്ത് കിടന്ന് കളിക്ക്. പലരുടെയും ലൈവിനകത്ത് കിടന്ന് തന്തലാഴി ഇത് സ്വയം ജീവിക്കാൻ പഠിക്കും. ഞാൻ ദാനധർമ്മം ചെയ്തതിൽ നിന്നും 20 രൂപ എനിക്ക് തിരിച്ചു തന്നിരുന്നു. അപ്പോൾ ഞാനതൊന്നും തിരിച്ചു തന്നതല്ല. അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. നിങ്ങൾ എനിക്ക് ദാനധർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തിരിച്ചു തരുന്നതല്ല. അവിടെയാണ് നിങ്ങൾ
മനസ്സിലാക്കണ്ട, ഗീതുവിന് ഇനിയും കാര്യങ്ങൾ പിടികിട്ടാതെയാണ് ദാനധർമ്മം ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് തരുന്നത് തിരിച്ചു തരുന്നതല്ല. ഞാൻ ഈ നല്ല തെറി വിളിച്ചു പറയും ഗീതു, അത് എന്റെ അറിവിൽ ഞാൻ നിങ്ങൾക്ക് സ്വയം തരുന്നതാണ്. നിങ്ങൾ എനിക്ക് തരുന്നില്ലേ സ്വയം, സ്വന്തമായിട്ട്? അപ്പോൾ അതേപോലെ തന്നെ ഞാൻ എനിക്ക് സ്വന്തമായിട്ട് ഞാൻ തരുന്നതാണ്. അത് എന്റെ നല്ല മനസ്സുകൊണ്ട് തരുന്നതാണ്. അല്ലാതെ നിങ്ങൾ തരുന്നത് ഞാൻ തിരിച്ചു തരുന്നതല്ല. നിങ്ങൾ തരുന്നത് ഒരു വകയും ഞാൻ തിരിച്ചു തരില്ല. ആരെനിക്ക് എന്ത് തന്നാലും ഞാനത് തിരികെ കൊടുക്കില്ല, കേട്ടോ. അപ്പോൾ കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കി എടുത്ത് എന്നോട് പെരുമാറുന്നു. മറ്റ് ലോകത്തിൽ ഏതൊരാളോടും പെരുമാറുന്നത് പോലെ, അവരോടൊക്കെ കൂട്ടുകൂടുന്നത് പോലെ എന്നോട് കൂട്ടുകൂടാൻ വരരുത്. ഞാൻ എന്ത് ചെയ്താലും അതെല്ലാം വെറൈറ്റി ആയിരിക്കും, വ്യത്യസ്തമായിരിക്കും എന്ന പൂർണ്ണ അറിവോടുകൂടി, ജ്ഞാനത്തോടുകൂടി മാത്രമേ എന്നോട് കൂട്ടുകൂടാൻ വരാവൂ. അതായത് വെപ്രാളിയായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ എന്നോട് കൂട്ടുകൂടാൻ വരരുത്. എന്റെ വഴിയിൽ നിന്ന് നല്ല ഉഗ്രം തെറിയും കിട്ടും, അവോയ്ഡ് ചെയ്യും ഞാൻ, കേട്ടോ. അപ്പൊ എന്താണ്, നിങ്ങൾ തരുന്നതൊന്നും ഞാൻ തിരിച്ചു തരില്ല. ആരെന്ത് തന്നാലും ഞാൻ തിരിച്ചു തരില്ല, ഇല്ല, തിരിച്ചു തരില്ല. എന്നാൽ നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് തന്ന, അത് എന്റെ ഹൃദയശുദ്ധി കൊണ്ട് ഞാൻ ഹൃദയമറിഞ്ഞു തന്നതാണ്, കേട്ടോ. ഹൃദയമറിഞ്ഞു തരുന്നതാണ്. അത് എന്റെ നല്ല നന്മയുള്ള തങ്കക്കുടം പോലുള്ള ഹൃദയമായതുകൊണ്ട് ഞാൻ സ്വയം തരുന്നതാണ്. ഒന്നും ഞാൻ തിരിച്ചു തരില്ല എന്നറിയണം. ഓക്കെ ദേവി എന്ന് പറയുന്നത്.